വേണു സാർ, ലോകത്തെ അതിശക്തരായ 2 പേരുടെ ഒരു ഫൈറ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ട്രംപും മറ്റൊരാൾ മസ്കും. ഒരാൾ രാഷ്ട്രീയപരമായി സമ്പന്നനാണെങ്കിൽ മറ്റൊരാൾ സാമ്പത്തികമായി സമ്പന്നനാണെന്ന് പറയാം. അപ്പോൾ ആ ഒരു ഫൈറ്റാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഇവർ തമ്മിൽ പരസ്പരം ചെളിവാരി എറിയുന്നു. മാത്രമല്ല ഇതിനകത്ത് തന്നെ മസ്കിനടക്കം ഇനി ഇതിനകത്തൊരു വധഭീഷണിയുണ്ട് എന്ന തരത്തിലുള്ള വാക്കുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് എന്തും ചെയ്യാൻ മടിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൽപ്പേരിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മളത് ലോകം ഞെട്ടലിലാണെന്ന് പറയാം. അതിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത് എങ്ങനെയാണത്? അത് ട്രംപിന്റെ വാക്കുകളിൽ പ്രകടമാണ്. ഇലോൺ മസ്കിനെ കുറിച്ച് പറഞ്ഞത് ഹി വിൽ ഫേസ് സീരിയസ് കോൺസിക്വൻസസ് എന്നാണ്. ദൂരവ്യാപകമായ ദൂഷിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ എന്തും ആകാം. ഈ ലോകത്തുനിന്ന് ഫിനിഷ് ചെയ്ത് കളയുന്നത് വരെ ഉള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയേക്കാം എന്നുള്ള വിധത്തിലുള്ള സൂചന പോലുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കടുത്ത രീതിയിലാണ് ട്രംപ് ഇത് സംസാരിച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ എല്ലാ സംസാരവും കടുത്തതാണെങ്കിലും പക്ഷെ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലെ, സന്തത സഹചാരിയെ പോലെ തൻ്റെ അധികാര സ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ട എല്ലാ ചവിട്ടുപടികളെയും ഒരുക്കിയ ആളെന്നുള്ള നിലയ്ക്ക് കൂടെ ഇത് ഇലോൺ മസ്കിനെതിരെ പ്രയോഗിക്കുമ്പോൾ ലോകം ഞെട്ടിയിരിക്കുകയാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അദ്ദേഹം വെറും സാമ്പത്തികമായ ഉന്നമനത്തിൽ മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രീയത്തിലും ഒരു നല്ല തന്ത്രജ്ഞനാണെന്നുള്ളത് കഴിഞ്ഞ US ഇലക്ഷനിൽ നമ്മൾ ബോധ്യമായി. ശരിക്കും പറഞ്ഞാൽ ട്രംപിനേക്കാൾ ഇലക്ഷൻ സ്ട്രാറ്റജി പൂർണ്ണമായും തനിക്ക് അനുകൂലമാക്കിയതും തൻ്റെ വിജയത്തിന് വേണ്ട എല്ലാ കരുക്കളും ഓരോരോ ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയതും ഒരുപക്ഷെ ട്രംപിന് അടിപറ്റാവുന്ന പല സന്ദർഭങ്ങളിൽ നിന്നും അദ്ദേഹത്തിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഈ പ്രസിഡന്റ് പദവി ഉറപ്പാക്കിയതും ഇലോൺ മസ്കാണ്. അതുകൊണ്ടാണ് ഇലോൺ മസ്കിന് ചിലപ്പോൾ വൈറ്റ് ഹൗസിൽ അതിപ്രധാനമായ ഒരു പദവി തന്നെ ലഭിക്കും. അവിടുത്തെ ഏതാണ്ട് ഷാഡോ പ്രസിഡൻ്റായിട്ട് ഇലോൺ മസ്ക് പോകും എന്ന് വരെ ലോകം ചിന്തിച്ചിരുന്നു. അതിനെല്ലാം വരുന്ന ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഫൈറ്റ് കാണുന്നത്. അതെ. ഇതിൽ പ്രധാന കാരണം ട്രംപിൻ്റെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെടാതിരുന്നാൽ ഭാഗ്യം എന്ന് വേണം. പക്ഷേ അത് വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ് US സംബന്ധിച്ചിടത്തോളം. ട്രംപ് ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സർവാധികാരിയാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. സുപ്രീം കോടതിക്ക് പോലും, അവിടുത്തെ പരമോന്നത കോടതിക്ക് പോലും. അപ്പോൾ അത്രയ്ക്ക് അധികാരമുള്ളൊരു സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അത്ര ഉന്നതമായ സ്ഥാനത്തിനെ പോലും അദ്ദേഹം ഷെയ്ക്ക് ചെയ്യുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും US ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് US വേസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ആക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് US നടക്കുന്നതെന്ന് തൻ്റെ കൂടെ നിൽക്കുന്നവരോട് പോലും പറയിക്കുന്ന വിധത്തിലേക്ക് അദ്ദേഹം മാറി. JD വാൻസിനെ അടക്കമുള്ളവരെ പ്രൊമോട്ട് ചെയ്തു വരുന്നു. അതായത് ഇംപീച്ച് ചെയ്യണം, JD വാൻസിനെ അടുത്ത പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ള രീതിയിലുള്ള ശക്തമായ ഒരു സോഷ്യൽ മീഡിയ പ്രചരണം ഇപ്പോൾ മസ്ക് അയച്ചു വിട്ടു കഴിഞ്ഞു. നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ മസ്കാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ അതിനകത്ത് കടന്നു കയറി മസ്കിന്റെ ഈ ഒരു ഇടപെടൽ വല്ലാത്ത രീതിയിൽ ബാധിക്കുമ്പോൾ ട്രംപും ഭയപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ട്രംപ് തീർച്ചയായിട്ടും ട്രംപാണ് ഇപ്പം. വിറകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയിലെത്തിക്കുകയാണ്. പ്രത്യേകിച്ച് ലോസ് ആഞ്ചലസിലെ കലാപമടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ രൂക്ഷത, അത് ലോസ് ആഞ്ചലസിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്ക് ബാധിക്കുന്നത്, ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ഫെഡറൽ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ ഗവർണർമാരുടെ അനുമതിയില്ലാതെ അദ്ദേഹം നാഷണൽ ഗാർഡിനെ ഉപയോഗിക്കുന്നത്, ഇതൊക്കെ തന്നെ വളരെ അതുപോലെ കലാപ നിയമം അവിടെ നടപ്പിലാക്കുന്നത് ഒക്കെ തന്നെ വലിയ അതൃപ്തി അദ്ദേഹത്തിനിടയിൽ, ജനങ്ങൾക്കിടയിലും അതുപോലെ തന്നെ ഡെമോക്രാറ്റ്സിൻ്റെ ഇടയിലും ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇലോൺ മസ്ക് ഈ വരാനിരിക്കുന്ന ബജറ്റ് ബില്ലുകളെ അടക്കം സ്വാധീനിക്കാനായിട്ട് ഡെമോക്രാറ്റ്സിന് സാമ്പത്തിക സഹായം വരെ ചെയ്തു എന്ന് ഉള്ള ആരോപണങ്ങളാണ് ട്രംപ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ട്രംപിന് അതിന് കൂടെ സംശയമുണ്ട്. ഡെമോക്രാറ്റ്സിനെ കൂടെ കയ്യിലെടുത്തുകൊണ്ട് ഡെമോക്രാറ്റ്സ് മുഴുവൻ പേരെയും കയ്യിലെടുത്ത് എനിക്കെതിരെ നീങ്ങാനും കൂടെ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം കൂടെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കൈവിട്ട കളിയാണ്. രണ്ടു കൂട്ടർക്കും കൈവിട്ട കളിയാണ്. കാരണം ട്രംപ് എന്ന് പറയുന്ന ആള് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവിടെ കയറ്റി ഇരുത്തിയത് ഇലോൺ മസ്ക് ആണെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്ഥാനത്തിൻ്റെ വില ഭയങ്കരമാണ്. പക്ഷെ ഇവിടെയാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയൊരു ആരോപണം ഉണ്ടായിരിക്കുന്നത് ട്രംപിനെ ബാലപീഡകൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചു. മാത്രമല്ല
അതിന് പിന്നിലെ കഥകള വരെ ഇതിനിടയിൽ ചർച്ചയായിട്ടുണ്ട്. വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. ജെഫ്രി എപ്സ്റ്റൈൻ്റെ ഒക്കെ അതിനകത്തുണ്ടായിരുന്നത് ആ ഒരു പങ്ക് പറയുന്നുണ്ട്. അവരുമായിട്ടുള്ള ഇടപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ട്രംപിന്റെ അതിനകത്തുള്ള പങ്കിനെക്കുറിച്ച് കൃത്യമായിട്ടെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ മസ്ക് ഒരു വലിയ രീതിയിലുള്ള, അപ്പൊ ട്രംപിനേക്കാൾ ഒരു പടി കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ മസ്ക് ഇവിടെ പെരുമാറുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് തന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്. നേരത്തെ പറയുന്നത് ജെഫ്രി എപ്സ്റ്റൈൻ്റെ എല്ലാവരും അറിയാം, 2019 അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കുകയായിരുന്നു. ഇതുവരെ ആത്മഹത്യ ചെയ്തതായിട്ട് പറഞ്ഞത്. പക്ഷെ അന്ന് ഒരുപാട് വാർത്തകൾ പിന്നാലെ വന്നിരുന്നു. അത് ട്രംപ് ചെയ്യിച്ചതാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വഴിയില്ല, എപ്സ്റ്റൈൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന മസ്കിനെ തേടി ട്രംപിന്റെ കറുത്ത കരങ്ങൾ, അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു കൊലയാളിയുടെ രൂപത്തിൽ എത്തുമോ എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ ഇവിടെ ശക്തമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ ശക്തമാണ്. ആ വാക്കുകൾ അതിനേക്കാൾ ശക്തമാണ്. സീരിയസ് കോൺസിക്വൻസസ് നേരിടേണ്ടി വരും എന്ന് പറയുന്ന ട്രംപ് തന്നെ ഡയറക്റ്റായിട്ട് പറയുന്നു. ഇത് വെറും പ്രവൃത്തിയിലൂടെ മാത്രമല്ല, വളരെ സ്ട്രോങ് ആയിട്ട് അദ്ദേഹം പറയുകയും കൂടി ചെയ്യുമ്പോൾ ഇലോൺ മസ്ക് ഭയക്കുന്നുണ്ടാവണം. കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ പവർ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അദ്ദേഹം ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ ട്രംപിനെ നമുക്ക് കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തായാലും, അദ്ദേഹത്തിൻ്റെ ചാഞ്ചല്യമുള്ള മനസ്സാണോ അല്ലയോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. അദ്ദേഹം ഇരിക്കുന്ന കസേര വളരെ പ്രധാനമാണ്. നമ്മൾ പണ്ട് പറയില്ലേ, ഗരുഡനെ ശിവന്റെ കഴുത്തിലിരിക്കുന്ന സർപ്പം ഭയപ്പെടുത്തുന്നത് പോലെയാണ്. അപ്പോൾ ശിവന്റെ കഴുത്തിലിരിക്കുന്നിടത്തോളം കാലം ഇവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെയാണ് ട്രംപ് ഇരിക്കുന്ന കസേര വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്ഥാനത്തിരിക്കുമ്പോൾ എലോൺ മസ്കിനും കളിക്കുന്നതിനൊരു ലിമിറ്റുണ്ട്. താനാണ് അധികാരത്തിൽ കയറ്റുന്നതിന് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തതെന്നുള്ളത് സത്യമാണ്. പക്ഷേ കയറിക്കഴിഞ്ഞാൽ പിന്നെ ട്രംപിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം അതിന് അതിനു വേണ്ടി ശ്രമിച്ചാൽ ഒരുപക്ഷേ അത് രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞും പിരിഞ്ഞും നോട്ടമില്ലാത്ത ഒരാളാണ്. സാധാരണഗതിയിൽ ഒരു കലാപ നിയമം പിന്നെ അമേരിക്കയിൽ ഉപയോഗിക്കണമെങ്കിൽ അത് ഫെഡറൽ സംവിധാനത്തിന് കൂടെ കയ്യിലെടുത്തുകൊണ്ട് വേണം, ഗവർണർമാരുടെ അനുമതിയോടുകൂടി വേണം എന്ന നിയമം, സുവ്യക്തമായ നിയമം ഇരിക്കെയാണ് ട്രംപ് അതിനെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ കലാപകാരികൾക്കെതിരെ ഈ നാഷണൽ ഗാർഡുകളെ നിരന്തരം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം 2000 പേരെ പുറത്തുവിട്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും 2000 പേരെ പുറത്തുവിടുന്നു. നേവിയുടെ സംവിധാനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നു. 700ഓളം നേവിയുടെ സേനാ വിഭാഗങ്ങളെ ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ട്രംപ് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളെന്നുള്ള നിലയ്ക്കാണ്. അത് അമേരിക്കയുടെ സാധാ ജനത്തിനെ മാത്രമല്ല, ലോകത്തിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അമേരിക്കയിലെ നീക്കങ്ങൾ നടക്കുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ ട്രംപ് ഒരുപക്ഷെ അമേരിക്കയെ വേസ്റ്റാക്കി മാറ്റുമോ എന്ന് അമേരിക്ക മാത്രമല്ല ലോകവും ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഇലോൺ മസ്കിൻ്റെ ഭാവി ചിലപ്പോൾ കൂടുതൽ എതിരിട്ടാൽ അസ്ഥാനത്തായി പോകും എന്നുള്ളത് അദ്ദേഹം കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. അമേരിക്കൻ ജനതയുടെ പൊതു ഒരു സ്വഭാവം അറിയാം. അവര് ഒരാളുടെ, അതായത് ഇപ്പൊ ട്രംപിന്റെ അടക്കം ജീവിതത്തിലേക്ക് കടന്നു ചെല്ലില്ല. അവർ നടത്തുന്ന പ്രവൃത്തിയിൽ എന്താണ്. ഇപ്പൊ ട്രംപിനെ കുറിച്ചാണെങ്കിൽ ആരോപണങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ മറികടന്നാണ് ട്രംപ് അധികാരത്തിലേറിയത്. ആ അധികാരത്തിൽ എത്തിച്ചത് മസ്കിന്റെ ഇടപെടൽ കൊണ്ടാണ് നിശ്ചയമായിട്ടും പറയാം. മാത്രമല്ല ഏറ്റവും ചരിത്രപരമായി എനിക്ക് തോന്നുന്നു ഇവരുടെ അടി തുടങ്ങുന്നത് തന്നെ ഏതാണ്ട് മറ്റേ മേശ എടുത്ത് മാറ്റിയതിന് ശേഷം, അതായത് മസ്കിന്റെ മകൻ വന്ന് മൂക്ക് തുടച്ചിട്ട് മേശയിൽ കൈവച്ചു. അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ളൊരു പൊട്ടലും ചീറ്റലും വേണ്ട ഒരു വിവാദം വരുന്നത്. ആ മേശ മാറ്റി, 145 വർഷം പഴക്കമുള്ള ആ ഒരു മേശ മാറ്റുന്നു. അവിടെ നിന്നാണ് ലോകം ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഈ മസ്കും ട്രംപും തമ്മിലാണ് പിന്നെ പിന്നെ ഓരോന്നായിട്ട് ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ ഈ ട്രംപ് തന്നെ മസ്കിനെ പരസ്യം രഹസ്യമായിട്ട് ആക്രമിക്കുന്നു. ആ രീതിയിൽ പറയുന്നു, വാക്കുകൾ കൊണ്ട് പറയുന്നു. മാത്രമല്ല ടെസ്ലയ്ക്ക് നൽകിയ ഇളവുകളെല്ലാം വെട്ടിച്ചുരുക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും ട്രംപിന്റെ ഒരു രീതി നമ്മൾ പതുക്കെ പതുക്കെയാണ് തിരിച്ചറിയുന്നത്. അതായത് ഒരു നന്ദിയില്ലാത്ത രീതിയിലേക്ക്, അതായത് ട്രംപിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളെ പതിയെ പതിയെ അകറ്റുന്നു എന്ന രീതിയിലേക്ക്, ഡോജിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് രാജിവെപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് മസ്കിനെ എത്തിക്കുന്നു. ഇതെല്ലാം കൂടെ തന്നെ നമുക്ക് ഇവിടെ എന്താണ് ട്രംപ് ഉദ്ദേശിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. ട്രംപിൻ്റെ പൊതുവെയുള്ള സ്വഭാവ രീതി അങ്ങനെയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല ശരിക്കും. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സിൽ എന്ത് തന്ത്രവും പയറ്റി ഉന്നതിയിലെത്തുക, തൻ്റെ സ്ഥാപനത്തെ നമ്പർ 1 ആക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു രാഷ്ട്രത്തിനെ നമ്പർ 1 ആക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്ത് ബിസിനസ് തന്ത്രവും പ്രയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. കാരണം അതൊരു നമ്മളെ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ, നമ്മൾ നൽകുന്ന വേതനം കൊണ്ട് നിലനിൽക്കുന്ന ആൾക്കാരൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്നത്.
അതിനുവേണ്ടി അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ എന്ത് സാഹസവും ചെയ്യുകയും അത് തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ബാധിക്കുകയോ ബാധിക്കാതിരിക്കുകയോ ചെയ്താലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. ആ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. പക്ഷേ ഒരു രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ രാഷ്ട്രത്തിലെ വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിനോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് പോകേണ്ട ബാധ്യതയുണ്ട്. അവിടുത്തെ നിയമങ്ങളോട് പ്രത്യേകിച്ച് അമേരിക്ക ഫെഡറലിസത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇന്ത്യയെ പോലെ പോലുമല്ല. ഇവിടെ ഒരു ലൂസ് ഫെഡറലിസ്റ്റ് സംവിധാനവും കൂടെ ഉണ്ട്. നമുക്കങ്ങനെയല്ല. നമുക്ക് ഒരു ക്വാസി ഫെഡറലിസമാണ് നമുക്കുള്ളത്. കേന്ദ്രത്തിന് കുറെ കൂടെ അധികാരം പ്രയോഗിക്കാനുള്ള സാധ്യതകൾ നിലവിലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഫെഡറലിസം വ്യക്തമായിട്ട് അവിടെ രചിക്കപ്പെട്ടിട്ടുള്ളതും അത് നിർവചിക്കപ്പെട്ടിട്ടുള്ളതും നടപ്പിലാക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ ഇപ്പോഴത്തെ അട്ടഹാസങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടി വിനയാകുന്നതാണ്. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന കസേര അദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അദ്ദേഹം പുറത്തു നിന്നാണ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ജയിലിലായിപ്പോയേനെ. ഇപ്പോൾ ചെയ്ത പ്രവർത്തികൾ തീർച്ചയായും ഇതിനു മുമ്പും അദ്ദേഹത്തിന് അനുഭവമുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും സുപ്രീം കോടതി അവിടുത്തെ പരമോന്നത കോടതിയുടെ വിമർശനത്തിന് വിധേയമായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം അത് എല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു പക്ഷേ അധികാരത്തിൽ വന്നത് ഈ ഇലോൺ മസ്കിൻ്റെ അപാരമായ പിന്തുണയും സഹായവും കൊണ്ടാണ്. അപ്പോൾ ഈ രണ്ടുപേര് തമ്മിലുള്ള പോരാട്ടം അത് ചില്ലറ പോരാട്ടമല്ല. നമുക്കത് എങ്ങനെ അത് നിർവചിക്കണമെന്നറിയില്ല. അതൊരു പക്ഷേ രണ്ടുപേരുടെയും തകർച്ചയിലേക്ക് വരാവുന്ന വിധത്തിലേക്കുള്ള ഒരു പോരാട്ടമാണ്. പക്ഷെ മസ്കിന്റെ കുറച്ച് തന്ത്രങ്ങൾ വിജയിക്കുമെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് അവിടെ നിന്നുള്ളത്. അതായത് ഇപ്പോൾ ട്രംപിന്റെ അനുകൂലികളെ തന്നെ പണം സ്വാധീനിച്ച് കയ്യിലെടുക്കാൻ, അതുപോലെ എതിർ പാർട്ടിയിലേക്കും ഫണ്ട് കൊടുക്കുന്നു. അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ ഇപ്പൊ മസ്കിന് തന്നെ സംരക്ഷണം ഒരുക്കി റഷ്യ അടക്കമുള്ളവർ വരുന്നു. അങ്ങനെ ഇപ്പോൾ മസ്ക് ഒരു സേഫ് പ്ലേസിൽ നിന്നുകൊണ്ട് ട്രംപിനെതിരെ കളിക്കുന്നു എന്ന രീതി വരുന്നുണ്ട്. അതായത് ഫണ്ടിങ് ഇപ്പൊ ഡെമോക്രാറ്റുകളെ കയ്യിലെടുക്കാൻ രീതിയിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രയത്നം കൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കളി കൊണ്ട് ട്രംപിനെ വീഴ്ത്താൻ പറ്റില്ലേ മസ്കിന്? ട്രംപിന് ഉള്ളതിനേക്കാൾ സ്വാധീനം അദ്ദേഹത്തിൻ്റെ മെമ്പർമാരിൽ ഇലോൺ മസ്കിനുണ്ട്. കാരണം ഇലോൺ മസ്കിൻ്റെ ഒരു സപ്പോർട്ട് കൂടി അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണ് അവർ മുന്നോട്ട് വരാനും ഈ ഭരണം പിടിക്കാൻ കഴിഞ്ഞതെന്നുള്ളത് അവർക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. ട്രംപ് പക്ഷേ അത് മറന്നുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ മറന്നതായി നടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊന്നും നോക്കാനില്ല. എൻ്റെ ഈ 5 വർഷം 4 വർഷം എങ്ങനെയെങ്കിലും സുഗമമായിട്ട് കൊണ്ടുപോവുക. ആ 4 വർഷത്തേക്ക് എനിക്ക് എന്തും ചെയ്യാൻ ഉള്ള ലൈസൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം തുടക്കം മുതൽ മുന്നോട്ട് പോയിട്ടുള്ളത്. ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ വെറുപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം ടാക്സ് പോളിസികൾ പിന്നെ താരിഫ് പോളിസികൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിദേശ നയങ്ങളിൽ പലതും പല രാഷ്ട്രങ്ങൾക്കും അതൃപ്തി ഉണ്ടാക്കുന്നതാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ട്രംപുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിന്നയാളാണ്. ഇപ്പോൾ അദ്ദേഹം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സുവ്യക്തമാണ്. കാരണം അതുപോലെ പ്രധാനപ്പെട്ട പല രാഷ്ട്രങ്ങളുടെയും നേതാക്കൾ, അതുപോലെ തന്നെ കാനഡ അമേരിക്ക ബന്ധം എന്ന് പറയുന്നത് ബ്രദർ സിസ്റ്റർ ബന്ധം പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആണെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ബന്ധമാണ് കാനഡ അമേരിക്ക ബന്ധം. അതുപോലും അദ്ദേഹം ഉലച്ചിലുണ്ടാക്കിയെന്ന് മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ ഒരു സാമന്ത രാജ്യം എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ഒരു അതിനേക്കാൾ താഴെയാണ്. അതായത് ഞങ്ങളുടെ ഒരു ഫെഡറേഷൻ ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ നിന്നോ എന്ന് പറയുന്ന വിധത്തിൽ ഒരു ഗവർണർ പദവി നിങ്ങൾക്ക് തന്നേക്കാം എന്നൊക്കെ പറയുന്ന വിധത്തിലേക്ക് അദ്ദേഹം അതിർത്തി കടന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെ ഒച്ചാക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ അധികം ദോഷം ചെയ്യും. അദ്ദേഹത്തിന് സ്വന്തം പാളയത്തിൽ നിലനിൽപ്പില്ലാത്ത അവസ്ഥ വരും. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം. അപ്പൊ അദ്ദേഹത്തിന്റെ വലിയൊരു ഹീറോയിക് പരിവേഷം ഒന്നും ഇപ്പോൾ ഇല്ല. അതായത് അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു നിലപാടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇവിടെ എല്ലാം ഒന്ന് തകർന്നടിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അതായത് ഇപ്പോഴത്തെ റഷ്യ യുക്രൈൻ വിഷയത്തിൽ വന്ന് അധികാരത്തിലേറി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് അവിടെ നടപ്പായില്ല. ഇസ്രായേലിനോട് ഗാസ വിഷയത്തിൽ ഇടപെടുന്ന വിഷയത്തിൽ പറഞ്ഞു. അവിടെയും ഇസ്രായേൽ ചെവികൊള്ളുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ഈ ഒരു വിഷയം, ഇന്ത്യ വിഷയത്തിൽ മാത്രം എന്തൊക്കെയോ എടുത്തു ചാട്ടി എന്തൊക്കെയോ ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ അതും ഫലവത്താകുന്നില്ല. അങ്ങനെ മാത്രമല്ല, അവസാനമായിട്ട് യുക്രൈനുടെ ഫോൺ വിളിയിൽ, അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ തന്നെ ഫോൺ വിളിച്ചുകൊണ്ട് പുടിനുമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ പുടിൻ മനസ്സ് തുറന്നൊന്നും സംസാരിക്കുന്നില്ല. അവിടെയും ട്രംപ് കൊച്ചായി പോകുന്ന ആരോപണം വരുന്നു. അങ്ങനെ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ട്രംപിന് ആ ഒരു പഴയൊരു സ്വാധീനം, ട്രംപിന് പോലെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്വാധീനം കുറയുകയാണോ, അത് ട്രംപ് നിമിത്തമാകുമോ എന്നുള്ളൊരു ചർച്ചകൾ കൂടി വരുന്നുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും ഈ വാക്കിന് വിലയില്ലാത്ത ഒരാളിനെ ആര് വില കൊടുക്കും? രാഷ്ട്രത്തലവനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് രാഷ്ട്രത്തലവൻ്റെ ഒരു മഹിമ വേണമെങ്കിൽ, ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു രാഷ്ട്രത്തലവനാണെങ്കിൽ പോലും
അദ്ദേഹത്തിന് ആ മഹിമ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ആ രാഷ്ട്രത്തിൻ്റെ ശക്തിക്കൊത്ത വാക്കുകളും പ്രവർത്തികളും കൊണ്ട് വേണം നിശ്ചയിക്കാൻ. അദ്ദേഹം മിനിറ്റുകൾക്കകം വാക്കുകൾ മാറുകയും വളരെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുകയും ഒട്ടും ഡിപ്ലോമാറ്റിക് അല്ലാതെ പോവുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ലിയോൺ മസ്കിൻ്റെ കുഞ്ഞിൻ്റെ മൂക്ക് തൊട്ട കസേര മാറ്റി ടേബിൾ മാറ്റിയെന്ന് പറഞ്ഞ പോലെയാണ് അദ്ദേഹം ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ട് സംസാരത്തിന് വന്നത്. അദ്ദേഹം പിന്നെ രാഷ്ട്രത്തിൻ്റെ അതിഥിയായിട്ട് വന്നപ്പോൾ നിങ്ങളെന്താ ഫോർമലായിട്ട് കോട്ടൊക്കെ ഇട്ടുകൊണ്ട് വരാതെ ഇത്ര കാഷ്വലായിട്ട് എന്നോട് സംസാരിക്കുന്നതെന്ന് വരെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് പബ്ലിക്കായിട്ട് ഒക്കെ ഉണ്ടായി എന്ന് പറയുമ്പം അദ്ദേഹം എങ്ങനെയാണ് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ആലോചിക്കണ്ടേ. ഉക്രൈൻ റഷ്യൻ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് രാഷ്ട്രത്തിൻ്റെയും തലവന്മാരെ മിനിമം അവരെ ഒരു സുഹൃത്തായി കണ്ടുകൊണ്ട് അവരിലൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്താലേ ആ രണ്ട് പേരുടെയും മനസ്സുകൾ ഒന്നിച്ചു കൊണ്ടുവന്ന്. പക്ഷെ പുട്ടിന്റെ അടുത്ത് മുട്ട് പറയ്ക്കും. അത് വേറെ കാര്യം തോന്നുന്നു. പുടിൻ ചില്ലറക്കാരനല്ല, അദ്ദേഹം KGB തലവനായിരുന്നു. അതെ. അദ്ദേഹത്തിന് ട്രംപിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ല. ട്രംപ് വെറും ഒരു വായാടി സുഖലോലിപനായ ബിസിനസ്സുകാരനായിരുന്നു. പക്ഷേ പുടിൻ അങ്ങനെയല്ല. പുടിൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച തൻ്റെ ശരീരവും മനസ്സും ഏകാഗ്രമാക്കിക്കൊണ്ട് എവിടെയാണോ തനിക്ക് എത്തേണ്ടത് അവിടെ എത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. KGB തലവനായിരിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആ ഒരു സംഘടനയെ നയിച്ചിട്ട് ആ രാഷ്ട്രത്തിൻ്റെ ആ സംഘടനയാണ് ആ രാഷ്ട്രത്തെ നയിക്കുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം ഉയർന്നു വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ കളികളും അറിയാം, അദ്ദേഹത്തിന് എല്ലാ തന്ത്രങ്ങളും അറിയാം. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളൊന്നും ഇതുവരെയും പാളിയിട്ടില്ല. അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ട്രംപിന് ഒരിക്കലും പുടിനുമായിട്ടും ഒന്നും കമ്പയർ ചെയ്യാനേ കഴിയില്ല. എന്തിന് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ജനങ്ങൾ തിരിച്ചു ചിന്തിക്കുകയാണ്, ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തത് അബദ്ധമായോ എന്ന്. അപ്പോൾ ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ഡെമോക്രാറ്റ്സിനെ അധികാരത്തിൽ കയറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ട്രംപ് കണ്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അത് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമായി. ഒറ്റ ബുദ്ധി പോലെയാണ് പോകുന്നത്. അദ്ദേഹത്തിന് അധികാരം ഇപ്പോൾ രണ്ടാമത് കിട്ടിയപ്പോൾ മത്ത് പിടിച്ച പോലെയാണ്. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, എന്നെ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എനിക്കിനി ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല. കാരണം ഈ 4 വർഷം കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റില്ല. ഇനിയൊരു ഊഴം അദ്ദേഹത്തിനില്ല. അപ്പോൾ ഈ ഉള്ള സമയം ഈ ബഹളമൊക്കെ വെച്ച് അമേരിക്കയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് കാണിച്ച് പോകാനാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഒരു നോബൽ പ്രൈസ് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം ആണ് ഇപ്പോൾ പൊളിഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പോൾ ട്രംപിനെ പിന്നെ പ്രധാന അറ്റംപ്റ്റ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചതെന്ന് വരുത്താനുള്ളൊരു ശ്രമം പൊളിഞ്ഞുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ യുക്രൈൻ വാർ ഇപ്പം നിർത്തുമെന്ന് പറഞ്ഞാൽ അത് പറ്റിയില്ല. ഹമാസിൽ സമാധാനം കൊണ്ടുവന്ന് അവിടെ മുഴുവൻ ഇപ്പം ഞാനൊരു റിസോർട്ടാക്കി മാറ്റും എന്നൊക്കെയുള്ള വായാടിത്തങ്ങൾ. എന്താണ് ഒരു രാഷ്ട്രത്തിൻ്റെ, അതൊരു ഹമാസ് എന്ന് പറയുന്നത് ഒരു സംഘടന അവിടെ എങ്ങനെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്? അവിടെ പെട്ടെന്ന് എനിക്കതൊരു റിസോർട്ടാക്കി മാറ്റാൻ പറ്റുമോ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും അദ്ദേഹത്തിന് ഇല്ലാതെയാണ് അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്, അല്ലേ? അതെ. അതുകൊണ്ട് തന്നെ മസ്കിന്റെയും ഈ ട്രംപിന്റെയും അടിപിടി ഇങ്ങനെ പോകും, അത് ഏത് തരത്തിലേക്ക് പോകുമെന്ന് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇവിടുത്തെ ഇപ്പം ഓരോരുത്തരും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും വലിയ ശക്തരായ 2 പേര് തന്നെയാണ് ഇവിടെ നേർക്കുനേർ വന്നിരിക്കുന്നത്. അതെ, അതുകൊണ്ട് അത് അമേരിക്കയുടെ കൂടെ ഒരു പിന്നെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ട് വരുമോ എന്ന് ഭയക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനിയും ട്രംപിന് സമയം കിടക്കുന്നു. ആ കാലഘട്ടങ്ങൾ, വരും വർഷങ്ങൾ എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നുള്ളത് അമേരിക്ക മാത്രമല്ല ലോകം തന്നെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്.